എന്താണ് ഗണഗീതം? ഇപ്പോൾ ഗണഗീതം എന്ന് കേൾക്കുമ്പോൾ ഇത് എന്താണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ആശയ പ്രചാരണത്തിനായി RSS കൊണ്ടുവരുന്ന പ്രചരിപ്പിക്കുന്ന ഗാനങ്ങളാണ് ഗണഗീതം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പൊതുവെ പറയുന്നത്. ദേശീയതയ്ക്കൊപ്പം ഹിന്ദു ദൈവങ്ങളെയും പ്രകീർത്തിക്കുന്ന ഗാനങ്ങൾ RSS ശാഖകളിൽ സ്വയം സേവകർ പാടാറുമുണ്ട്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. VS രഞ്ജിത്ത്, ഗുഡ് ഈവനിങ്. ഗണഗീതം എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഒരു ഗണമായി നിന്നുകൊണ്ട് ആലപിക്കുന്ന പാട്ട്? അത് രാജ്യത്തിന്റെ ഒരു കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ദേശീയതയുടെ ഒക്കെ ഒരു ബഹിർസ്ഫുരണമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ തീവ്രവാദ ഗാനമല്ലല്ലോ എന്ന് സുരേഷ് ഗോപി ചോദിക്കുന്നതും ആ ഗാനത്തിന്റെ വരികളുടെ അർത്ഥം വെച്ചുകൊണ്ടാണ്. ജോർജ് കുര്യൻ നടത്തുന്ന പ്രതികരണവും നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ഗണഗീതം ദേശഭക്തി ഗാനം ആയി പരിഗണിക്കാൻ സാധിക്കുമോ? ദേശഭക്തി ഗാനമായിട്ടാണോ ആ കുട്ടികൾ ആലപിച്ചത്? ഗണഗീതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്. സുജിയ, ഓരോരുത്തരുടെയും ദേശഭക്തിയുടെയും ദേശീയ കാഴ്ചപ്പാടിന്റെയും അടിസ്ഥാനത്തിൽ ഓരോ ഗാനങ്ങളും വ്യത്യസ്തമായി ദേശഭക്തി ഗാനങ്ങളായി കണക്കാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഗണഗീതങ്ങൾ പൊതുവെ RSSന്റെ ദേശഭക്തിയുമായി ബന്ധപ്പെടുത്തി, RSSന്റെ ദേശീയ കാഴ്ചപ്പാടുമായി ബന്ധപ്പെടുത്തി പാടുന്ന പാട്ടുകളാണ്. RSSനെ സംബന്ധിച്ച് അവരുടെ ശാഖയിൽ 1 മണിക്കൂർ കാര്യപദ്ധതിയിൽ പ്രാർത്ഥനയ്ക്ക് തൊട്ടു മുമ്പായി അവർ കൂട്ടം കൂടി ഇരുന്ന് പാടുന്ന പാട്ടിനെയാണ് സാധാരണ ഗണഗീതം എന്ന് വിളിക്കുന്നത്. ഒരുമിച്ച് പാടുകയും കൂട്ടമായി പാടുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഗണം അഥവാ കൂട്ടം എന്ന അർത്ഥത്തിൽ അത് പാടുന്നത്. അതേ പാട്ട് തന്നെ ഒറ്റയ്ക്ക് ഒരാൾ പാടിയാൽ വ്യക്തിഗീതം എന്നും പറയാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാട്ടിൽ പലപ്പോഴും RSSന്റെ ആശയങ്ങളാണ് കടന്നു വരാറുള്ളത്. അതുകൊണ്ട് ആ ആശയത്തോട് വിയോജിക്കുന്നവർക്ക് ആ പാട്ടിനോടും വിയോജിക്കാൻ സാധിക്കും. പക്ഷേ എല്ലാ പാട്ടുകളോടും വിയോജിക്കേണ്ട ആവശ്യവുമില്ല. നമുക്കറിയാം, ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ONV കുറിപ്പ് എഴുതിയ ഭാരത ഹൃദയ വിഭജിയിൽ ഉണരും രാഗമാലിക നാം എന്ന പാട്ട് RSS അവരുടെ ഗണഗീതമായി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പാട്ട് നിരോധിക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്വാഭാവികമായിട്ടും ആ പാട്ടിനോട് ആശയപരമായി യോജിക്കുന്നവർക്ക് യോജിക്കാമെന്നുള്ളതാണ്. പരമപവിത്രമതാമി മണ്ഡലം എന്ന് പറയുന്ന പാട്ടും RSSന്റെ ഗണഗീതം തന്നെയാണ്. പക്ഷെ അതിൽ പവിത്രമായ ഭൂമി, പുണ്യഭൂമി, മാതൃഭൂമി തുടങ്ങിയ RSSന്റെ ദേശീയ സങ്കല്പങ്ങളാണ്. ആ സങ്കല്പങ്ങളോട് യോജിക്കുന്നവർക്ക് ഈ പാട്ടിനോട് യോജിക്കാം, അല്ലാത്തവർക്ക് അതിനോട് വിയോജിക്കാനുള്ള അവസരവുമുണ്ട്. ഇന്ത്യൻ റെയിൽവേ പോലെ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനം അത് പങ്കുവെക്കുമ്പോൾ ഉണ്ടാവുന്ന രാഷ്ട്രീയമായ ആശങ്കകൾ മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്. RSSന്റെ ദേശീയതുമായി ബന്ധപ്പെട്ട പാട്ടാണത്. ദേശീയമായ കാഴ്ചപ്പാട് RSSനും CPMനും മുസ്ലിം ലീഗിനും അങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ദേശീയ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. പിതൃഭൂമിയായി, പുണ്യഭൂമിയായി ഇന്ത്യയെ കാണുന്നവരാണ് ഹിന്ദുക്കൾ എന്നൊക്കെ പറയുന്ന സവർക്കറിന്റെ കാഴ്ചപ്പാടുണ്ട്. അങ്ങനെ പുണ്യഭൂമിയും മാതൃഭൂമിയും ഒക്കെയായി കാണേണ്ടതുണ്ടോ? ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് കണ്ടാൽ പോരെ? ഇന്ത്യയിലെ ഇന്ത്യയിലെ എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് നമ്മുടെ പ്രതിജ്ഞയുണ്ട്. ആ രീതിയിലുള്ള ദേശീയതയെ ഉയർത്തി കാണിക്കുന്നവരുണ്ട്, നാനാത്വത്തിൽ ഏകത്വം ഉയർത്തി കാണിക്കുന്നവരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ വീക്ഷണകോണുകളിൽ ദേശീയതയെ കാണുന്നവരുണ്ട്. എന്നാൽ ഈ ഗണഗീതങ്ങൾ പൊതുവെ RSSന്റെ ദേശീയ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവർ ആ പാട്ടുകളിലൂടെ ഉയർത്തി കാണിക്കാറുള്ളത്. ഇന്ത്യയെ മാതൃഭൂമിയായി, പുണ്യഭൂമിയായി, ഭാരതാംബയായി, ദേവിയായി, ദുർഗയായി ഒക്കെ കണക്കാക്കുന്നത് ഹിന്ദു സാംസ്കാരിക രീതിയുമായി ബന്ധപ്പെടുത്തിയാണ്. അത് മറ്റു മതവിശ്വാസികൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് പോലും സിഖുകാരോ മുസ്ലിം വിശ്വാസികളോ ക്രിസ്ത്യാനികളോ ഒന്നും അത്തരത്തിൽ ഭാരതത്തെ ദേവിയായി കാണാൻ സാധിക്കില്ല. കാരണം ഒരു ഏകദൈവ വിശ്വാസിയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഏകദൈവത്തിനപ്പുറത്തേക്ക് ഒരാളെ ദൈവമായി സങ്കല്പിക്കാനോ ആരാധിക്കാനോ അതിനുള്ള മതപരമായിട്ടുള്ള അനുമതി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വിലക്കുണ്ടാവും. പക്ഷേ ഗണഗീതങ്ങൾ പൊതുവെ RSSന്റെ ദേശീയ കാഴ്ചപ്പാടുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പാട്ടുകളാണ്. ഓക്കെ, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഗണഗീതം വന്ദേ ഭാരതിൽ ആലപിച്ചതിൽ ആ കുട്ടികൾക്കെതിരെ, സ്കൂളിനെതിരെ നടപടിയെടുക്കാൻ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം.